അത് നമ്മളിപ്പോൾ അത് കട്ട് ചെയ്ത് ആ കരൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പുഴുങ്ങി അതിൻ്റെ ചൂടാറിയിട്ടോണം അത് രണ്ടാമത് മൊരിച്ചെടുക്കണം. മൊരിക്കണമെങ്കിൽ നമ്മൾ അതിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ എന്തെങ്കിലും ഇടുക. അതിക്ക് മുമ്പ് സവോള, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഞാൻ പകുതിയായിട്ട് മൊരിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത മീനിൻ്റെ ആ എണ്ണയിലേക്ക്, അതായത് കരൾ ഉണ്ടാക്കിയതിൻ്റെ എണ്ണയിലേക്ക് ഒന്നും കൂടി ഇടാം. ഇങ്ങനെ പതുക്കെ പൊട്ടും. ഇത് പൊട്ടുമ്പോൾ ഇങ്ങനെ ആ കയ്യിലുകൊണ്ട് തന്നെ പതുക്കെ ഇളക്കാം. ഇതൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, മൊരിയാനൊന്നും പറ്റില്ല. ഈ ഒരു ഇതായിരിക്കും ഇതിൻ്റെ ഇത് വരുന്നത്. ഇതിലേക്ക് എന്ത് വേണം? നമ്മൾ വറുത്ത് പൊടിച്ച കുരുമുളകും ഉലുവയുണ്ട്, അത് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇത് ഞങ്ങൾ മിക്സിയിലുണ്ട്, പക്ഷെ എല്ലാം നാടൻ ശൈലിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതൊരു കുരുമുളക് പകുതി പൊടിച്ച് വെച്ചതിൽ പകുതി മാത്രം ഇടാം, കാരണം പൊടി. ഇനി അപ്പോൾ മീൻ എന്തിനാണ് ഈ പൊടി ഇടുന്നത്? അതായത് ഇതിൽ എല്ലാം മീൻ മസാല അടക്കം മിക്സ് ചെയ്ത ഒരു പൊടിയാണ്. ഇത് ചെറുതായിട്ട് ഒരു തരി എരിവ് ഇത് ചെയ്യാനായിട്ട് മുളകിൻ്റെ ഒരു 1/2 സ്പൂൺ, ഇതെല്ലാം ചെറിയ തീയിലായിരിക്കണം കേട്ടോ. ഏറ്റവും ചെറിയ തീയിൽ ചൂടാകാൻ മാത്രം പാടുള്ളൂ. കരിഞ്ഞു പോയി അയ്യോ എന്ന് പറയുന്നത്. ഇതിങ്ങനെ പതയും. അത് ആ മീനിൻ്റെ എണ്ണയാണ്, അതേ നെയ്യണ ഇത് ചെയ്യുന്നത്. ഈ മീനിൻ്റെ കരൾ ഇങ്ങനെ പുഴുങ്ങി അതിനെ വറുത്ത് എടുത്ത് വെക്കും. അതിലേക്ക് ഈ ഫ്രൈ പാനിലേക്ക് കുറേശ്ശെ തട്ടി കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് പിന്നെ എല്ലാ ഇതും പിടിക്കാനായിട്ട് മാത്രം. മീനിൻ്റെ കരൾ കരിഞ്ഞതല്ല ഇട്ടത്, അതിൻ്റെ കരൾ കഴുകി ഇതെല്ലാം കഴിഞ്ഞ് കത്തിരിക്കും പൊഴുകി കഴിയുമ്പോൾ. അതാണ് അതിൻ്റെ ഒറിജിനൽ കളർ. കണ്ട ഇതിങ്ങനെ വരുമ്പോഴെന്ത് ചെയ്യും? നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച കുരുമുളക് അത് പതിയെ 1 സ്പൂൺ ഉണ്ടാവും. അതാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. 5 മിനിറ്റ് ആ കുരുമുളകിൻ്റെ കുത്തും ഇതെല്ലാം കൂടി ഇട്ടുന്നത്. ഇതിൻ്റെ ടച്ചിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നല്ലത് തന്നെയാണ്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം, കാരണം ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. അതന്നിട്ടൊന്ന് ചെറുതായിട്ട് തണുക്കും. തണുത്തതിന് ശേഷം മാത്രം ഇത് എടുക്കുക. പിന്നെ ഓപ്ഷനായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ സവോളകൾ ഇത് ചെയ്യാം. മീനിൻ്റെ നെയ്യാണ് കേട്ടോ, അല്ലാതെ നമ്മൾ കിട്ടുന്ന ഓയിലല്ല. മീനിൻ്റെ നെയ്യ് തന്നെയാണ് ഇത് വരുന്നത്, കരിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ ക്യാമറമാൻ മനോജിനെ, DJ മനോജ് എന്ന് ഞങ്ങൾ പറയും. മനോജിൻ്റെ കൂടെ മാർഷൽ ആൻഡ് സണ്ണി.